കൊമേഴ്സ്യൽ വ്യൂ പോയിന്റിലാണ് നമ്മുടെ ജീവിതം മുഴുവനും. നമ്മുടെ ജീവിതം മുഴുവനും ഒരു കൺസ്യൂമറിസ്റ്റിക്, ഒരു ഉപഭോക്തൃ സംസ്കാരമാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് ചെറുപ്പം മുതലേ പഠിച്ചിരുന്നത്. അപ്പോൾ അതിന് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചതെല്ലാം സൃഷ്ടിയെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ബയോളജി, ഫിസിക്സ്, ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടാവിനെക്കുറിച്ച് നമ്മൾ എന്തോരം പഠിച്ചു പറയും. വാസ്തവത്തിൽ പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്കൂടം ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചത് ഇതൊക്കെ കൂടി പഠിക്കാൻ വേണ്ടിയാണ്. നല്ല ആഗ്രഹത്തിലാണ് പള്ളിക്കൂടം തുടങ്ങിയത്. പക്ഷേ അവസാനം അതെന്തായി മാറി? ഗവൺമെൻറ് സ്കൂളിനേക്കാളും കശയായിട്ട് മാറി. നമുക്കവിടെ വിശ്വാസത്തെയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പകരാനുള്ള ഒരു ഉത്സാഹമോ ആഗ്രഹമോ അതിലുണ്ടോ? കാര്യം പിള്ളേരെ നമ്മുടെ പള്ളി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കാരണവന്മാർ വിട്ടത് എന്തെങ്കിലും ദൈവത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഉദ്ദേശിച്ചുകൊണ്ടാണ്. പഠിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ എന്തിനാണ് അവിടെ ഫോക്കസ് കൊടുക്കുന്നത്? എന്തിനാണ് പള്ളി സ്കൂളുകൾ ഉണ്ടാക്കിയത്? അവരുടെ വിദ്യാഭ്യാസം നടത്തി ഇവരെ നല്ല നല്ല ആൾക്കാരാക്കണം. എന്തിന്? കാശുണ്ടാക്കാൻ. കാശുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് സ്കൂളും വേണ്ട, പള്ളിയും വേണ്ട, മഠവും വേണ്ട, ഒന്നും വേണ്ട. എന്താ? നമ്മൾ അവരെ പഠിപ്പിച്ചത് ഒരു ഉപഭോക്തൃ സംസ്കാരമാണ്. എന്തിന്? മാതാപിതാക്കളെയും വേണ്ട. അത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചതിലൂടെ മുഴുവനും കിട്ടുന്നത് ഒരു മാത്തമാറ്റിക്കൽ ആൻസറാണ്. അതുകൊണ്ട് നോക്കിയേ, നമ്മളുടെ നല്ല കുടുംബത്തിൽ നമ്മുടെ ഗവൺമെൻറ് എഡ്യൂക്കേറ്റഡായി അച്ഛന്മാരുടെ സ്കൂളിൽ പഠിച്ചവരായാലും ശരി, കുറച്ച് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനും അമ്മേനെ അവിടെ കൂടിയിട്ട് അവരവരുടെ പണിക്ക് പോകും. ഇന്നത്തെ അവസ്ഥയാണിത്. എല്ലാവരും പുറത്താണ്. എന്തിനാ പുറത്തു പോയത്? അവിടുത്തെ ആൾക്കാരോട് വചനം പ്രഘോഷിക്കാനോ, അവിടുത്തെ ആൾക്കാരെ ശുശ്രൂഷിക്കാനോ? വെറും കല്ലും കുമ്മായും മേടിക്കാൻ, കുറച്ച് കാശുണ്ടാക്കാൻ. നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് വിദ്യ അഭ്യസിച്ചോ, ജ്ഞാനം കിട്ടിയോ? അവരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ ദൈവമേ എന്താ അവസ്ഥ. എന്നോ ഭയങ്കര ക്വാളിഫിക്കേഷനാണ്, ഭയങ്കര സ്റ്റാർ ജോലിയാണ്, വലിയ ശമ്പളമാണ്, 2-3 കാറുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്. പക്ഷേ ഉള്ളിലൊന്നുമില്ല. ഞാനിത് ഫരിസേയനായിട്ട് തന്നെ ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നു. പക്ഷേ ഇതെങ്ങനെ വേറെ പറയാൻ പറ്റും? പറയും. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടായി? ഇവിടെ ബൈബിൾ മുഴുവനും പറയണു, ശിശു എങ്ങനെ പഠിപ്പിക്കണം? നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ, യേശുവിനെ അനുകരിക്കുവിൻ. യേശുവിനെ എങ്ങനെയാണ് മാതാപിതാക്കൾ വളർത്തിയത്? എങ്ങനെയാണ് വളർത്തിയത്? ജ്ഞാനം നിറച്ച്. ഏത് ജ്ഞാനം നിറച്ചു? ദൈവിക ജ്ഞാനം നിറച്ച്. അവൻ 12 വയസ്സ് മുതലേ ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായിട്ട് വചനം വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചു. എന്തുകൊണ്ട്? ഇനി പറയൂ. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കണത് എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നൊഴുകുന്ന വചനം കൊണ്ടാണ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം അപ്പം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഇന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ വേറൊരു പോയിന്റ് വരികയാണ്. ഇത് ഞാൻ എല്ലാ ധ്യാനത്തിലും പറയാനുള്ളതാണ്. അത് ഞാൻ പറയണു. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ ഉള്ളെങ്ങനെയാണ്.
കേരള സഭ ശക്തമായ ഒരു വിശ്വാസ പാരമ്പര്യം ഉണ്ടെന്ന് നമ്മൾ പറയണ സഭ. നമുക്ക് 5000 പാരിഷുകളുണ്ട്, 30ഓളം ഡയസിസുകൾ, 30-31 രൂപതകൾ, 5000 പാരിഷുകളുണ്ട്. 5000 പാരിഷ് ഉണ്ടെങ്കിൽ 6000 സ്കൂളുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അതിന് ആനുപാതികമായിട്ട് ട്രെയിനിങ് കോളേജുകൾ, ഡിഗ്രി കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, ഹോം സയൻസ് കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, മാനേജ്മെൻറ്റ് കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ. എന്നാൽ ഒറ്റ ബൈബിൾ കോളേജ് പോലും ഇല്ല. ഒരു ബൈബിൾ കോളേജ് പോലും ഇല്ല. ഉണ്ടാവും ചിലതൊക്കെ, എന്നാലും വേണ്ട രീതിയിൽ വിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കണം, ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം അവരെ. പള്ളി പണിയാൻ നമുക്ക് കാശുണ്ട്, വിശ്വാസം പണിയാൻ കാശില്ല. പള്ളി പണിതുകൊണ്ട് വിശ്വാസം ഉണ്ടാവുമോ? ജെറുസലേം ദേവാലയം പണിതല്ലോ, കർത്താവ് അതിനെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? കർത്താവ് തന്നെ പണിയാൻ പറഞ്ഞത്. എന്തിനാപ്പോൾ അത് പണിയിച്ചത്? അത് കാണിച്ചു കൊടുക്കാൻ. ഇതുകൊണ്ടൊന്നും നിനക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോലില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവിൽ വസിക്കുന്ന ദൈവം തന്നെ ആയിരുന്നോ? അല്ലെങ്കിൽ അതിന് ജെറുസലേം ദേവാലയത്തേക്കാൾ വലിയ ദേവാലയമാണോ നമ്മൾ? നമ്മൾ യൂറോപ്പിലെല്ലാം വലിയ വലിയ പള്ളി ഉണ്ടാക്കി ഇപ്പോൾ അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് വിൽക്കും. എങ്ങനെ? അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസത്തെ പണിതുയർത്തുന്നില്ലെങ്കിൽ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ പണിതുയർത്താൻ എത്ര പൈസ ഒരിടവക ചെലവാക്കുന്നുണ്ട്? ആ കാറ്റഗിസം ടീച്ചേഴ്സിന് വരെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമ്മളൊരു എഫർട്ട് എടുക്കുന്നുണ്ടോ? ബൈബിൾ. അപ്പോൾ ഇതാണ് ഞാനിതൊക്കെ പറയുമ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാ. ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെ നമ്മളിലേക്ക് വരും എന്നുള്ളത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇതാണ്: എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. എൻ്റെ വചനങ്ങളിൽ. ആ വചനത്തെ വേണ്ട രീതിയിൽ വിശ്വാസികൾ പഠിക്കണം, അതിൽ വളരണം. നമുക്ക് എന്തോരം സ്ഥാപനങ്ങളുണ്ട്, എന്നാൽ ഈ സ്ഥാപനങ്ങളിൽ തന്നെ ഒരു മൂലയ്ക്ക് ഒരു ക്ലാസ് റൂമിൽ ഒരു ബൈബിൾ ക്ലാസ് നടത്തിക്കൂടെ? ഇത് പഠിപ്പിക്കാൻ അധ്യാപകർ ബൈബിള് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരില്ലാഞ്ഞിട്ടാണോ നമ്മുടെ കേരള സഭയിൽ? എന്തോരം ഡോക്ടറേറ്റ് എടുത്ത് റോമിലും ബെൽജിയത്തിലും ഫ്രാൻസിൽ പാരീസിൽ എവിടെയെല്ലാം പോയി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള എന്തോരം അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്. എന്തിനെ ഇത്രയും കഷ്ടപ്പെട്ട് അവരൊക്കെ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു? ആ പഠിപ്പിച്ച് അവർക്ക് കിട്ടിയ ജ്ഞാനത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു രൂപതയ്ക്കോ ഒരു കോൺഗ്രിഗേഷനോ ഒരു ബൈബിൾ കോളേജ് ഉണ്ടാക്കാൻ കാശില്ലാഞ്ഞിട്ടാണോ? സ്ഥലമില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല, ആവശ്യക്കാരില്ല. എന്തുകൊണ്ടാണ്? ആവശ്യക്കാരില്ല. ഇപ്പോൾ ഒരു കുട്ടിനെ ബൈബിൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ കാരണവന്മാർ ഇത് എന്നാ കിട്ടാനാണ് ഇത് പഠിച്ചിട്ട് വെറുതെ. അതിലും ഭേദം വല്ല നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ ഫാറിനിൽ ജോലിക്ക് പോകാം, കാശുണ്ടാവും. അല്ലെങ്കിൽ നീ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജോലി കിട്ടും. എല്ലാം ജോലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠിപ്പീരാണ്. ജ്ഞാനം ഓറിയൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇത് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കോൺഗ്രിഗേഷനുകൾക്കോ രൂപതകൾക്കോ, എല്ലാ രൂപതയ്ക്കും ഒരു ബൈബിൾ കോളേജ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്, വ്യവസ്ഥിതികളുണ്ട്. പക്ഷേ ആര് വരും അത് പഠിക്കാൻ? അപ്പം അതിനുള്ള ദാഹം ഉണ്ടാകണം, അതിനുള്ള ആവശ്യക്കാരുണ്ടാകണം. അതിനുള്ള ആവശ്യക്കാരുണ്ടാകണമെങ്കിൽ ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം ഉണ്ടാകണം.
പ്രവചനമുണ്ട്. എന്താ പ്രവചനം? ആമോസിലെങ്ങാണ്ടാണ് എഴുതിയേക്കണില്ലേ, ഒരു ക്ഷാമം വരും ഇല്ലേ? ആമോസ് 8:11, 11:8. ഒരു ക്ഷാമം വരും. എന്തായിരിക്കും ആ ക്ഷാമം? ഭക്ഷണപാനീയങ്ങൾക്കുള്ള ക്ഷാമമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷാമം ഉണ്ടാവും. അപ്പോൾ കന്യകമാരും യുവാക്കളും കിഴക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് മൂർച്ഛിച്ച് വീഴുമെന്ന്. കണ്ടോ, ഇവിടെ എന്തോരം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ വളർച്ചാധ്യാനം കൂടാൻ വന്നേക്കണത്. ഒരു കാറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ വരും, നമ്മൾ പ്രത്യാശിക്കാം. ഓക്കെ, അപ്പോൾ ഈശോയുടെ ജീവിതം തന്നെ നമ്മൾ അനുകരിക്കണം. ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ തന്നെ 30 വർഷക്കാലം ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു. ജ്ഞാനം സമ്പാദിക്കുകയായിരുന്നു. ജ്ഞാനമായിരുന്നു ഈശോയുടെ പ്രധാന വിഷയം. അതുകൊണ്ട് ഈശോയുടെ പരസ്യ പ്രഘോഷണം കേട്ടവരെല്ലാം എന്താ പറഞ്ഞവർ? ഈശോയുടെ ഇത് നമ്മുടെ ഔസേപ്പ്, മരപ്പണിക്കാരൻ ഔസേപ്പിൻ്റെ മോനല്ലേ, ഇവൻ ഇത്രയും വലിയ ജ്ഞാനം എങ്ങനെ കിട്ടി? എല്ലാവരും അവൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനത്തെ കുറിച്ച് പുകഴ്ത്തി. ജ്ഞാനത്തെ ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ആരെന്തെല്ലാം ഡ്രസ്സിട്ട് പറഞ്ഞാലും ദൈവിക ജ്ഞാനം പറയുമ്പോൾ അത് എല്ലാവരെയും സ്പർശിക്കുകയില്ലയോ? അവനെന്ത് ക്ലാസ് ആയിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ അതിനു വേണ്ടി ദാഹിച്ച് മനുഷ്യരുണ്ടാവും. ജ്ഞാനമാണ്. കൊളോസ്യ ലേഖനത്തിൽ നമ്മളിന്ന് കേട്ടു, കൊളോസ്യ ലേഖനം അല്ല ഇന്ന് വായിച്ചത്, ഇന്ന് വായിച്ചത് അതിൻ്റെ തുടർച്ച 2-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു വചനമാണത്. അതിനെ വെച്ചുകൊണ്ട് നമ്മൾ പണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ക്രിസ്തു എന്നിൽ നിന്നുള്ളതാണല്ലോ ഇത് നമ്മളുടെ പഴയ കാലത്തെ മാസ്റ്റർ പീസ് വചനമായിരുന്നു. ക്രിസ്തു എല്ലാവരിലും. അങ്ങനെയാണ് ആ പാട്ട് എഴുതിയത്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു. എല്ലാ ജാതി മതസ്ഥരിലും. ഓക്കെ, 2-ാം അധ്യായം കഴിഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ ആരംഭം. കൊളോസ് 3-ാം അധ്യായം 2-ാമത്തെ വചനം വായിച്ച്. കൊളോസോസ് 3-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നത് എന്താണ്? 2:3 അല്ലേ? കൊളോസ് 2:3 എന്താ പറയുന്നേ? അതെ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ആരിലാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈശോയിൽ. ആ ഈശോ എവിടെയാ? ആ ഈശോ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഒന്നെല്ലാവരും വായിച്ച്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു